വലിയ നോമ്പിലെ 30-ാമത്തെ ദിവസമാണ് ഇന്ന്. നോമ്പ് പകുതി കഴിഞ്ഞു. ഈശോയുടെ ഉയർപ്പിലേക്ക് നാം അടുക്കുകയാണ്. കാൽവരിയിലേക്ക് കയറുകയാണ്. അതിനൊരുക്കമായിട്ടാണ് ഈശോയോടൊപ്പം ബലിയർപ്പിക്കുവാൻ വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുന്നതിനെപ്പറ്റി ഇന്നലെ നാം പരിചിന്തനം ചെയ്തത്. ഇന്നതിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് നാം പരിചിന്തനം ചെയ്യുക. പാപമോചനത്തിനും ദൈവകരുണയിൽ നിറയാനുമായിട്ടാണ് നാം വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുന്നത്. ഇന്നലെ നാം കണ്ടു, വിശുദ്ധ കുമ്പസാരം 3 വലിയ ദൈവിക യാഥാർത്ഥ്യത്തിൽ അടങ്ങിയിരിക്കുന്നു: അനുതാപം, അനുരഞ്ജനം, ആനന്ദം. വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് സാധാരണ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഇന്ന് നമ്മുടെ പരിചിന്തന വിഷയം. അങ്ങനെ ഒരാൾ ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് തീരണം. കുരിശാകുന്ന ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലങ്ങളാണ് കൂദാശകൾ. പറുദീസായിൽ നിഷേധിക്കപ്പെട്ട ഫലം കാൽവരിയിലെ കുരിശിൽ സ്വീകരിക്കാൻ ദൈവം അനുവദിക്കുന്നു. അതാണ് കൂദാശകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്കിവിടെ കാണാം, കുരിശിൽ നിന്നടർത്തി നൽകിയ ദൈവകരുണയുടെ വിത്തുകൾ. അതാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. ആ നല്ല കള്ളൻ്റെ ഹൃദയത്തിലേക്ക് വിതച്ചത് ദൈവകരുണയുടെ വിത്തുകളാണ്. ആ വിത്തുകളാണ് ഓരോ കുമ്പസാരത്തിലൂടെയും നമ്മിൽ കർത്താവ് വിതയ്ക്കുക. തൻ്റെ ഭൗതിക ജീവിതകാലത്ത് ഏറ്റവും അവസാനമായി സ്ഥാപിച്ചതാണ് വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുരിശിൽ തന്നെയാണ് അതിൻ്റെ തുടക്കം. അതാണ് കരുണയുടെ പങ്കിടി. അതിൻ്റെ ഫലം അത് സ്വീകരിക്കുന്നയാളാണ് രൂപപ്പെടുത്തേണ്ടത്. ആ സ്വീകരിക്കുന്നയാളിലാണ് വളരേണ്ടത്. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിട്ട് തീരണം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയിൽ എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 12 മുതൽ 18 വരെയുടെ വാക്യങ്ങളിൽ ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പറയുക: എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുന്നയാളിന് വിളയേണ്ട ഫലമാണ് ഇത്. പല കാര്യത്തിലും പല കാര്യങ്ങൾ കൊണ്ടും നാം ദുഃഖിതരാണല്ലോ. ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം. എന്നാൽ സന്തോഷിക്കാനുള്ള അനുഗ്രഹമാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഏത് സാഹചര്യത്തിലും മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അത് ചിരിയിലും വാക്കുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനപ്പുറമാണ്. ആ സന്തോഷം നിലനിൽക്കുന്നതാണ്. കർത്താവ് നൽകുന്ന സന്തോഷം അവസാനിക്കുന്ന സന്തോഷമല്ല. പരിപൂർണമായ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവിൻ്റെ കാതുകളിൽ നാം അവനോട് സംസാരിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം നിലനിൽക്കുന്നതാണ്. ഞാൻ കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നു എന്ന സന്തോഷമാണത്. ദൈവകരുണ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം തന്നെയാണ്. കർത്താവ് എന്നിൽ വസിക്കുന്നു എന്നതാണ് സന്തോഷം. കർത്താവിലും കർത്താവിനോടൊപ്പവുമാണ് ഞാൻ എന്നതാണ് വലിയ സന്തോഷത്തിന് കാരണം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം വിട്ടു തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സന്തോഷം എന്നേക്കും നിലനിൽക്കുന്നതാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെടുത്ത ലേഖനത്തിലെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ സന്തോഷിക്കാൻ കഴിയുമോ? തീർച്ചയായും അവൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന ബോധ്യമുണ്ടായാൽ മതി. നെഹമ്യ പ്രവാചകൻ 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ശക്തി. ആനന്ദം കർത്താവിൻ്റെ ഫലമാണ്. ആനന്ദം ആത്മാവിൻ്റെ ഫലമാണ്.
നിരന്തര പ്രാർത്ഥനയും നന്ദിയുടെ ഹൃദയവും ഒരുവനെ സന്തോഷത്തിലേക്ക് നയിക്കും. രണ്ടാമത്തേത് നിരന്തരം പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, ദൈവ സാന്നിധ്യത്തിൽ അവൻ്റെ കരുണയിലും ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പ്രാർത്ഥിക്കുന്ന ഫലം അവനിൽ വിളയണം എന്നതാണ്. അതൊരു പ്രവൃത്തിയല്ല, അതൊരു മനോഭാവമാണ്. കർത്താവ് എന്നിലുണ്ട് എന്ന വിശ്വാസമാണ് നിരന്തര പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ആ ദൈവ സാന്നിധ്യ സ്മരണയാണ് നിരന്തരമായ പ്രാർത്ഥന. എന്നും എപ്പോഴും അത് സാധിക്കുമോ? ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനുള്ള മാർഗം പ്രാർത്ഥനയിൽ എല്ലാം അർപ്പിക്കുക. അതിലൂടെ നാം പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് തീരുക. വലുതും ചെറുതുമായ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ദൈവത്തെ നമ്മിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നതല്ല, അതിനുള്ള ശ്രമമല്ല അവിടെ നടക്കേണ്ടത്. മറിച്ച് ദൈവത്തിങ്കിലേക്ക് നമ്മെ ഉയർത്തുക എന്നതാണ്. പ്രാർത്ഥനയിൽ നാം ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവം നമ്മെ കാണാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് സാധിക്കുക? ഏത് ജോലി തിരക്കിലും മക്കളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അമ്മമാരെ പോലെ ആയിരിക്കുക എന്നതാണ്. അമ്മ ഏത് ജോലി ചെയ്യുമ്പോഴും ഹൃദയത്തിൻ്റെ ആഴത്തിലുണ്ട് മക്കളെക്കുറിച്ചുള്ള ചിന്ത. നിലയ്ക്കാതെ നാം അറിയാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ കൺപോളകൾ കണ്ണിനെ സൂക്ഷിക്കുന്നത് പോലെ പ്രാർത്ഥന നമ്മെ സുരക്ഷിതരാക്കും. മൂന്നാമത്തെ ഫലം വിളയേണ്ടത് നന്ദിയുള്ള മനുഷ്യരാവുക എന്നതാണ്. നിരന്തരം നന്ദിയുള്ളവരാകുക. ഇത്ര വലിയ അനുഗ്രഹം അർഹിക്കാത്ത രീതിയിൽ നിറവോടെ ലഭിച്ചിരിക്കുന്നവരാണ് നാം. കാരണം വിശുദ്ധ കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ കരുണ കർത്താവ് തന്നെ നമ്മിൽ വസിക്കുന്നു എന്നതാണ്. പാപിയായിരുന്നിട്ടും അവിടുന്ന് എന്നെ സ്നേഹിച്ചു. വിളിച്ചപ്പോഴൊക്കെ കൈനിറയെ കരുണയും ഹൃദയം നിറയെ സ്നേഹവുമായി എൻ്റെ അടുത്തെത്തി. എനിക്ക് സുരക്ഷിത വലയമൊരുക്കി മടിത്തട്ടിൽ എന്നെ സൂക്ഷിച്ചു. ഈ വിശ്വാസമാണ് എന്നെ നന്ദിയുള്ളവനാക്കേണ്ടത്. യഹൂദരുടെ ഒരു പഴമൊഴിയിൽ ഇങ്ങനെ പറയുന്നു: നന്ദി പറയാതെ ഒരിറുക്ക് വെള്ളം കുടിക്കുന്നവൻ കർത്താവിനെതിരെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു എന്ന്. നന്ദിയുള്ളവരാകാം. അങ്ങനെ നമുക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് നന്ദിയുള്ള മനുഷ്യരാകാം. ആ മനോഭാവത്തോടുകൂടി കർത്താവിനോടൊപ്പം കാൽവരി മലയിലേക്ക് നമുക്ക് നടന്നു കയറാം. അവിടുന്ന് ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധമായ ബലിവസ്തുവായി നമ്മെ അർപ്പിക്കുവാൻ വിശുദ്ധ കുമ്പസാരം നമ്മെ സഹായിക്കട്ടെ.